2024 75 വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടന ഏതാണ്? ഉത്തരം നാറ്റോ. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? ഉത്തരം സുദർശൻ സേതു. കേരള സംഗീത നാടക അക്കാദമി 2023 കലാരൂപമായി അംഗീകാരം നൽകിയത് എന്തിനാണ്? ഉത്തരം മിമിക്രി. കേരളത്തിലെ സ്ത്രീകൾ വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഉത്തരം വിസാറ്റ്. വിമാന അപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം ഓപ്പറേഷൻ ഹോപ്പ്. ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ച രാജ്യം? ഉത്തരം ദക്ഷിണ കൊറിയ. ISROയുടെ പോയം 3 ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സ്പേസ് പ്ലാറ്റ്ഫോം. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ്? ഉത്തരം MTB വാക്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്നും ആരെ ഒഴിവാക്കുന്ന ബില്ലാണ് പാർലമെന്റ് പാസാക്കിയത്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 2024 മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ്? ഉത്തരം INS ജഡായു. പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഏറ്റെടുത്ത സുരക്ഷാ സേന ഏതാണ്? ഉത്തരം CISF. സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ദുബായ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എന്താണ്? ഉത്തരം 346 രൂപ. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 സെപ്റ്റംബർ 2. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജാപാലന പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തെലങ്കാന. കേരള ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? ഉത്തരം 2024 ഫെബ്രുവരി 28. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം? ഉത്തരം 2023 മെയ് 28. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട നദി ഏതാണ്?
ഉത്തരം പെരിയാർ. ഇന്ത്യയുടെ 2023-24 സാമ്പത്തിക വർഷത്തിലെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? ഉത്തരം 6.3%. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം. ഉത്തരം PSLV C-57. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര്? ഉത്തരം പ്രാഗ്യാൻ. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഉത്തരം PJ ജോസഫ്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. സൈക്കോവ്-ഡി വാക്സിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ലോകത്തെ ആദ്യ പ്ലാസ്മിഡ് DNA ബേസ്ഡ് കോവിഡ് വാക്സിനാണ് സൈക്കോവ്-ഡി വാക്സിൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്? ഉത്തരം മംഗൾയാൻ. താഴെ പറയുന്നവയിൽ സാഗർ പരികർമ്മേന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ഉത്തരം നവംബർ 26. എത്ര കിലോമീറ്റർ നീളമുള്ള റൂട്ടുകളുടെ ശൃംഖലയാണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി വിഭാവനം ചെയ്യുന്നത്? ഉത്തരം 78 കിലോമീറ്റർ. ആമസോൺ കാടുകളിലെ വനനശീകരണം കണ്ടുപിടിക്കുന്നതിനായി വിക്ഷേപിച്ച ആമസോണിയ 1ന്റെ വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C-51. ദേശീയ വിദ്യാഭ്യാസ നയം യൂണിയൻ ക്യാബിനറ്റ് അംഗീകരിച്ചത് എന്നായിരുന്നു? ഉത്തരം 2020 ജൂലൈ 29. ക്രിമിനൽ നിയമങ്ങളെ പരിഷ്കരിക്കുവാൻ 2023 സെപ്റ്റംബറിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലുകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. 2022 ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതി നിർവഹണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം? ഉത്തരം കർണാടക. വനിതാ സംവരണ ബിൽ ലോക്സഭ പാസാക്കിയ ദിവസം? ഉത്തരം 2023 സെപ്റ്റംബർ 20. 2023 G20 സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ GI ടാഗുകൾ നേടിയ സംസ്ഥാനം? ഉത്തരം കേരളം. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തിയ മിലിറ്ററി അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ്? ഉത്തരം മംഗോളിയ. ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇ-കെയർ പോർട്ടൽ ആരംഭിച്ചത്? ഉത്തരം ആരോഗ്യ കുടുംബക്ഷേമം. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്?
ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏറ്റവും നീളം കൂടിയ ഡബിൾ ഡെക്കർ വയഡക്ട് മെട്രോ നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച മെട്രോ ഏതാണ്? ഉത്തരം നാഗ്പൂർ മെട്രോ. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? ഉത്തരം പീച്ചി. ധനൂരി ഏത് രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായ വ്യക്തി ആരാണ്? ഉത്തരം ഉമ്മൻചാണ്ടി. ജലസേചനത്തിനായി തുമ്പൂർമുഴ ഡാം നിർമ്മിക്കുന്ന നദി ഏതാണ്? ഉത്തരം ചാലക്കുടി പുഴ. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഉത്തരം വിജയരാജ സിന്ധ്യ. കോവിഡ്-19 പ്രതിരോധ മാസ്കുകളാക്കി മാറ്റി വാർത്തകളിൽ ഇടം നേടിയ ഗമോസ ഏത് സംസ്ഥാനത്തിന്റെ പാരമ്പര്യ ചിഹ്നമായ പരുത്തി ടവൽ ആണ്? ഉത്തരം ആസാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം മൂക്ക, യമൻ. 2023-24 കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. 2022 വിശ്വസുന്ദരി പട്ടം നേടിയ അൽബോണി ഗബ്രിയേൽ ഏതു രാജ്യക്കാരിയായിരുന്നു? ഉത്തരം US.